മമ്മൂട്ടി കൈരളി ചാനലിന്റെ ചെയർമാനായത് സിപിഎമ്മിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വിജയമായിരുന്നു. കൈരളി ചാനലിന്റെ ചെയർമാനായി മമ്മൂട്ടി എത്തിയപ്പോൾ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്തെന്ന് തെളിഞ്ഞു. സിപിഎമ്മുമായി ഒത്തുചേർന്ന് നിൽക്കുന്ന രാഷ്ട്രീയം. പിന്നീട് മമ്മൂട്ടിയുടെ പല ചിത്രങ്ങളിലും ആ രാഷ്ട്രീയം വ്യക്തമായിരുന്നു. വൺ അടക്കമുള്ള ചിത്രങ്ങളിൽ. മമ്മൂട്ടിക്ക് ഇപ്പോൾ പ്രായം 73. മമ്മൂട്ടി ഇപ്പോഴും മലയാളത്തിലെ മെഗാസ്റ്റാർ തന്നെ. അതിന് യാതൊരു മാറ്റവുമില്ല. മമ്മൂട്ടിയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടുമില്ല. എന്തായാലും മമ്മൂട്ടിക്ക് ശേഷം ഒരു സൂപ്പർ താരത്തെ കൂടി സിപിഎമ്മിന് കിട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അത് മറ്റാരുമല്ല, പൃഥ്വിരാജ് സുകുമാരനാണ്. തന്റേതായ രീതിയിൽ അദ്ദേഹം അഭിപ്രായങ്ങൾ പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ പലപ്പോഴും ബിജെപിയെ, പ്രത്യേകിച്ചും ആർഎസ്എസ് കേന്ദ്രങ്ങളെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. അത് ആർഎസ്എസ് കേന്ദ്രങ്ങളെ പ്രകോപിപ്പിക്കുന്ന അഭിപ്രായങ്ങളാണ് പൃഥ്വിരാജ് സുകുമാരൻ നിരന്തരമായി നടത്തുന്നത്. എന്തായാലും പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് കൊടുത്തോടുകൂടി സിപിഎം ഒരു മുഴം മുമ്പേ എറിഞ്ഞിരിക്കുകയാണ്. പൃഥ്വിരാജിന്റെ ആടുജീവിതം എന്ന സിനിമയ്ക്കാണ് സംസ്ഥാന അവാർഡ് അദ്ദേഹത്തിന് കിട്ടിയിരിക്കുന്നത്. പൃഥ്വിരാജിനെ സിപിഎം ചേർത്ത് പിടിക്കുന്നു എന്നതിന്റെ സൂചനയാണ്. മമ്മൂട്ടിയുടെ കാതൽ എന്ന സിനിമയും ആടുജീവിതവും ഉണ്ടായിരുന്നു മത്സര രംഗത്ത്. അവിടെ പൃഥ്വിരാജിന് അവാർഡ് കൊടുത്തു സിപിഎമ്മിന്റെ നേതൃത്വത്തിലുള്ള അവാർഡ് നിർണയ കമ്മിറ്റി. അതിലൂടെ ഒരു കാര്യം സിപിഎം വ്യക്തമാക്കി കഴിഞ്ഞു. മമ്മൂട്ടി ഓൾറെഡി സിപിഎമ്മിന്റെ സഹജീവിയാണ്. സിപിഎമ്മിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന വ്യക്തിയാണ്. അതിൽ ഉപരി ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ പേരിൽ ഒരുപാട് ആരോപണങ്ങൾ കേൾക്കേണ്ടി വന്ന വ്യക്തിയും കൂടിയാണ് മമ്മൂട്ടി. അതൊക്കെ അതിജീവിച്ച് മമ്മൂട്ടി മെഗാസ്റ്റാറായി തന്നെ നിൽക്കുന്നു. മമ്മൂട്ടിക്ക് ശേഷം ഒരു നടനെ സിപിഎമ്മിന് വേണം. കാരണം ഇപ്പോൾ സെലിബ്രിറ്റികളുടെ ലോകത്താണ് ജീവിക്കുന്നത് രാഷ്ട്രീയ പാർട്ടികൾ. ബിജെപിക്ക് സുരേഷ് ഗോപി, കോൺഗ്രസിന് രമേശ് പിഷാരടി, ധർമ്മജൻ അടക്കമുള്ളവർ, അങ്ങനെയൊക്കെയുള്ള സെലിബ്രിറ്റികളുടെ ലോകം. സലീം കുമാറും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ പൃഥ്വിരാജിനെ സിപിഎമ്മിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ സിപിഎം സംസ്ഥാന നേതൃത്വം തുടങ്ങി. പൃഥ്വിരാജിന് വൻ ഓഫറുകൾ നൽകിക്കൊണ്ട് അദ്ദേഹത്തെ സിപിഎമ്മിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത്. ആ ശ്രമങ്ങളിൽ ഏകദേശം വലിയ വിജയം നേടിയിരിക്കുന്നു സിപിഎം. ആടുജീവിതം എന്ന സിനിമ കാതലിലെ മമ്മൂട്ടിയുടെ അഭിനയത്തെ വെട്ടിക്കൊണ്ട് സംസ്ഥാന അവാർഡ് സ്വന്തമാക്കിയപ്പോൾ, അതിന്റെ സംവിധായകനായ ബ്ലസി അടക്കമുള്ളവർ അവാർഡുകൾ വാരിക്കൂട്ടിയപ്പോൾ ഒരു കാര്യം വ്യക്തം: പൃഥ്വിരാജിനെ സിപിഎം നോട്ടമിടുന്നു. പൃഥ്വിരാജ് പല തവണയായി ഇടതുപക്ഷ മനോഭാവം കാത്തുസൂക്ഷിച്ച വ്യക്തിയാണ്. ഇടതുപക്ഷ മനോഭാവം അദ്ദേഹം പലപ്പോഴും കാത്തു സൂക്ഷിക്കാറുണ്ട്. അതിന് അദ്ദേഹത്തിന് സംഘികളിൽ നിന്ന് വിമർശനങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ പിതാവ് സുകുമാരനെ പോലും വിമർശിച്ചു സംഘികൾ. എന്തായാലും മമ്മൂട്ടിക്ക് ശേഷം മറ്റൊരു സൂപ്പർ സ്റ്റാർ കൂടി സിപിഎമ്മിൽ എത്തുന്നു. അത് മറ്റാരുമല്ല, പൃഥ്വിരാജാണ്.